പാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞെറുക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല. എന്തെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോരസാർ മരിച്ചുപോയടി ഇന്ന് കാലത്ത്. നാട്ടിൽ നിന്ന് ഇപ്പോഴാ ഒരാൾ വന്ന് വിവരം പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മേരി. ഞാൻ ഉടനെ പോവുക. കുഞ്ഞെറുക്കനെ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവുക. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവമടക്ക് കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞേർക്കണം, നീ എന്നടാ ഈ നേരത്ത്? എടാ എന്നാടാ? എടാ എന്നാ പറ്റിയെന്ന്? എടാ എന്നതാന്നാ ചോദിച്ചേ? നീ രാത്രി ഇങ്ങോട്ട് വന്നേ? മോനും വല്ല അസുഖം ഉണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുന്ന നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാനില്ല. ഒരു യോഗ്യത എനിക്കില്ല. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ള വാക്ക് ഞാൻ കേട്ടില്ല. അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ. ചീട്ട് പോണേ. അത് തന്നെ ഞാനും പറഞ്ഞ ചീട്ടറാ. എനിക്കും ചീട്ടടെ. കടം പറഞ്ഞുള്ള കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് ഇവിടെ അടിച്ചെടുത്തും മറ്റേ ചീട്ടറാ. സൗകര്യമില്ല. ഇല്ല. എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കലിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിലേക്കൂടാ. എന്നാ താനിപ്പോ പോ. നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അല്ലേ? അങ്ങനെ എനിക്ക് ചീട്ടിടാൻ ഇവിടെ ഒരുത്തരം കളിക്കണ്ടാ പന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് എന്നെ കളിപ്പിക്കലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറുക്കണ പട്ടി. കളി എന്നെ പഠിപ്പിക്കടാ. എനിക്ക് പുല്ലാടാ കാശ്. പുല്ല് കാണിച്ചു തരാടാ നിന്നെ. നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ. ഓരോരോ വേണ്ടാതിനങ്ങൾ കാണിച്ചു എത്ര പറഞ്ഞാൽ ഇറ്റാനും മനസ്സിലാവുകയല്ലെന്ന് വെച്ചാ. എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ. കാശ് വരുമ്പോ എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് പോയല്ലോ നോക്കുമ്പോ എനിക്ക് കഴിക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ? എന്നതാ പറഞ്ഞെന്ന്?
കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് കമ ഒരു ലക്ഷം മിണ്ടരുത്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇത് വയ്യ. പോലീസുകാർ ഭരിച്ചിട്ട് ചാണ്ടിച്ചായൻ പോയേക്കുവാ. തിരിച്ചു വന്നാലുടൻ ഒരു തീർപ്പുണ്ടാക്കി വെക്കൂ. പോലീസാറ് മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പോ പോയി? എന്നോട് സംസാരിക്കണ്ട. ജോണിച്ചായൻ മൈസൂരിൽ കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ. സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പച്ച 25,000 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായതുകൊണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാൻ തിരിക്കുന്നു. ജോണിയുടെ പെങ്ങക്ക് കാശ് കൊടുത്തു. നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു. എനിക്കല്ലല്ലോ തന്ന്. ആണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ടളിച്ച് കളയാൻ ഇച്ചാൻ എന്തും അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തുന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ലേ? ഇല്ല. കാര്യമില്ലേ? ഇല്ല. ഇച്ചാന്റെ ഭാര്യ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയെന്ന് ഇച്ചാൻ ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശത്തിലാടി. നീ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കായിരുന്നോ? എങ്ങനെയൊക്കെ നീ കാശ് കൊണ്ടുവരും? പറയടി, പറയടി, പറയേ. അവിടെ ഇപ്പോ പരന്നിരിക്കുന്ന കഥ വേറെ. കോരസാറ് മരിച്ചിട്ട് ചായം പോയെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. മേരി ചായനും ഒളിച്ചു പോയതാണെന്ന്. സോനുമോന്റെ മുഖത്ത് പോലും നോക്കാനൊക്കാതായി. അവനോട് ഞാനിതെങ്ങനെ പറയും? ഇച്ചായ, എന്റെ മോന് ഇച്ചായ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് പോലീസിൽ പറയണം. ഞാൻ മനഃപൂർവ്വം കൊന്നതാണോ, അബദ്ധത്തിൽ പറ്റിയതാണോ ഒക്കെ ഇനി അവരല്ലേ തീരുമാനിക്കേണ്ടത്. മേരി പോയി. അവൻ ജയിലിലും ആവുമെന്ന് മനസ്സിലായപ്പോ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. നീ ആരോടൊന്നും പറയാൻ വേണ്ട, ഓരോരുത്തോട്ടും പോകാൻ വേണ്ട. അതുകൊണ്ടൊന്നും മരിച്ചവർ തിരിച്ചു വരാൻ പോണില്ല. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ഇനിയുള്ള നിന്റെ മോന, അവന്റെ ഭാവിയാ. ഒരിക്കലും അപ്പച്ചനോടും വരികയല്ല വല്യപ്പച്ചൻ. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥയാ ശരി. മേരി മരിച്ചിട്ടില്ല. ചാണ്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. മേരിയുടെ ശവശരീരം കണ്ടു കിട്ടാത്തടത്തോളം കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. ആളുകളുടെ കണ്ണിപ്പെടാതെ ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കാം. ഭർത്താവ് നമുക്ക് വിഷമിക്കാം. ഒത്തിരി നിർബന്ധിച്ച ഞാൻ അവനെ കൊണ്ടത് സമ്മതിപ്പിച്ചത്. പക്ഷേ എന്റെ കുഞ്ഞേർക്കനെ ഇവിടെ കിടന്ന് നശിക്കാണോ ഞാൻ അറിഞ്ഞില്ല ജോണി. ഞാനൊരു കള്ളനെ പോലെ പല സ്ഥലത്തും അഞ്ഞെടുക്കായിരുന്നില്ലേ. പരിചയക്കാരുടെ കണ്ണിപ്പെടരുതല്ലോ. ഇത്രയും കാലം നിന്റെ അമ്മച്ചി ചീത്തയായിരുന്നല്ലേ നീ വിചാരിച്ചിരുന്നേ? അല്ല, അവളൊരു പാവമായിരുന്നടാ. നേരും നിറയുള്ളവളായിരുന്നു മേരി. എന്നോട് ക്ഷമിച്ചു കള ജോണി. ഇതാ ഇപ്പൊ എന്റെ ആകെയുള്ള സമ്പാദ്യം. എവിടെ പോയാലും
ഞാൻ മോൻ്റെ അപ്പച്ചൻ്റെ വിവരത്തിന് കത്തെഴുതുമായിരുന്നു. അതിന് അവനയച്ച മറുപടികളായതൊക്കെ. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. മോൻ വായിച്ചു നോക്കണം. എന്നിട്ട് വല്യപ്പച്ചനുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് കളയണം. നിനക്കെന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് വേണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും നിന്നോട് ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് തോന്നുകയാണേലേ ക്ഷമിച്ചുകള. ഞാൻ പോവുക. വരട്ടെ കുഞ്ഞിച്ചേ. വല്യപ്പച്ച, Mm-hmm.